കേസ് 2. എന്നിട്ടത് എന്താണെന്നുള്ള എഴുതുക. പ്ലെയിൻ ഓഫ് റെക്റ്റാങ്കുലർ ലൂപ്പ് makes an angle alpha with magnetic field ബ്രാക്കറ്റിൽ എഴുതുക. B and A makes angle theta. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെഷനകത്ത് നമ്മൾ പഠിച്ചത് എന്താണെന്നറിയോ? നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്ലെയിനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ പ്ലെയിനും ഒരേ പ്ലെയിനിലാണെന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയും ആണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിരുന്നു അല്ലേ? അതായത് പെർപെൻഡിക്കുലർ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഇതേ ലാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടും ഇതേ ലാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണെന്ന് കൃത്യം അറിയാമായിരുന്നു ഇല്ലേ? ഇത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കണ്ടക്ടർ നമ്മൾ അതിൻ്റെ കൃത്യം അതേ പ്ലെയിനിൽ തന്നെ ആയിരുന്നു വെച്ചത്. എങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിനെ ഇച്ചിരി ചരിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ ഇപ്പം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഭിത്തി എന്ന് പറയുന്നത് നോർത്ത് പോളും റൈറ്റ് സൈഡിലുള്ള ഭിത്തി എന്ന് പറയുന്നത് സൗത്ത് പോളുമായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഒരു ബുക്കിനെ നിങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കൃത്യം ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അലൈൻ ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടും ആയതുകൊണ്ട് ഏരിയ വെക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഇതിന്റെ പ്ലെയിനും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും അലൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, പാരലായിട്ടാണെന്ന് നമുക്ക് പറയാം. ഇത് ഫസ്റ്റ് കേസ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഇതേ ലാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണെന്നും ഈ സൈഡ് ലാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണെന്നും അതായത് ഇങ്ങനെ കറങ്ങുന്നതാണ് നമ്മൾ പറഞ്ഞത്. എങ്കിൽ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ഭിത്തിയുടെ ലെഫ്റ്റ് സൈഡിൽ നോർത്ത് പോൾ റൈറ്റ് സൈഡിൽ സൗത്ത് പോൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോവാണ്. നിങ്ങൾ ഈ ബുക്കിനെ ഇങ്ങനെ വെക്കാതെ ഒരു ഇച്ചിരി ചരിച്ച് തന്നെ ഇങ്ങനെ, അതായത് നിങ്ങളുടെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു പിടിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കൃത്യം, അതായത് ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയും റൈറ്റ് സൈഡിലെ ഭിത്തിയും തമ്മിൽ ഇങ്ങനെ കൃത്യം ഇത് വെച്ചിട്ട് ഈ നിങ്ങളുടെ ലെഫ്റ്റ് കൈ ഭാഗം തന്നെ ഇങ്ങനെ നാക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വെക്കുക. അതായത് ആദ്യത്തെ കേസ് ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളതായിരുന്നു, രണ്ടാമത്തെ കേസ് തന്നെ ഇങ്ങനെയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെയാണ് പോകുന്നത്, പക്ഷേ ഇതിന്റെ ഏരിയ വെക്ടർ തന്നെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചരിച്ചു വെക്കുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. ചരിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? ഓരോരുത്തരോടും ചോദിക്കാം. അഭിരാം, ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ആദ്യത്തെ കേസ് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെയാണ് വെക്കുന്നത്. അഭിരാം ഓക്കെ ആണോ? അലോണ ഓക്കെ ആണോ? അലോണ, അനന്യ, ഏഞ്ചലീന, ലോവിസ്, അനീറ്റ, ഷാരോൺ ഓക്കെ. അതായത് നമ്മൾ ആദ്യത്തെ കേസിൽ ഇങ്ങനെ വെച്ചു, രണ്ടാമത്തെ കേസിൽ ഒരു ഇച്ചിരി ചരിച്ചു, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡ് ഇച്ചിരി ഇങ്ങനെ വെച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഇതിന്റെ നേരത്തെ ഇതിന്റെ ഏരിയ വെക്ടർ കൃത്യം ഇങ്ങനെയും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയും പെർപെൻഡിക്കുലർ ആയിരുന്നു. എന്നാൽ ഇപ്പം ഏരിയ വെക്ടർ അങ്ങോട്ടാണ് പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഫോഴ്സ് ഒക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ കേസിന്റെ പടം വരയ്ക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചരിച്ചു വരയ്ക്കേണ്ടി വരും. നോക്കിക്കോളൂ, ചരിച്ചു വരയ്ക്കേണ്ടി വരും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് 3 ഡയമെൻഷനിലായിട്ട് എപ്പോഴും ചിന്തിക്കുക. നോക്കിക്കോളൂ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ ഇല്ലേ? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരികയാണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു. നമ്മൾ നേരത്തെ കഴിഞ്ഞ കേസിൽ കൃത്യം ഇതുമായിട്ട് പാരലായിട്ടാണ് നമ്മൾ റെക്റ്റാങ്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഇത് പകുതി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് സ്റ്റാച്ചു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ
ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. റെക്റ്റാങ്കുലർ ലൂപ്പ് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയും നമുക്ക് അതിൻ്റെ ആ ലൂപ്പ് കറണ്ട് കടത്തി വിടുന്ന ആ ഒരു ഇത് നമുക്കൊന്ന് നോക്കാം. തന്നെ ഇങ്ങനെ വന്നിട്ട് കറണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വന്നിട്ട് കറണ്ട് ഇങ്ങനെ കടന്നു പോയിട്ട് തന്നെ ഇങ്ങനെ താഴോട്ട് വരുന്നു. അതേപോലെ ഇവിടെയും കറണ്ട് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൃത്യം ഇതുവഴി പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടാണ്. ഇതാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വേണ്ട ഇതുവാണെന്നറിയാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ഏരിയയും തമ്മിൽ ഇപ്പോൾ ഒരു തീറ്റ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും, അതേപോലെ തന്നെ ഇതിൻ്റെ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ പ്ലെയിൻ ഇല്ലയോ, പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏതാ, രണ്ട് ഈ ഭാഗം, ആ ഭാഗവും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ആൽഫ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കേസ് എടുത്തിരിക്കുന്നത് നമ്മൾ. ഓക്കെ ആണല്ലോ. ഇനിയും നേരത്തെ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നു. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. ഇതിൻ്റെ ലെങ്ത് എൽ ആണ്, ഇതിൻ്റെ ലെങ്ത് എൽ ആണ്, ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്താണ്, ബി ആണ്. ഓക്കെ ആണല്ലോ. കറണ്ട് ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് തിരിച്ച് ഇതുവഴി ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് എടുക്കാം. ഇതുവഴി കറണ്ട് കയറിയിട്ട് ഇതുവഴി തിരിച്ചിറങ്ങി വരുന്നതായിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ പോലെ ഓരോ ലൂപ്പിലുണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കേസ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ടോപ്പ് വ്യൂ കൂടെ നിങ്ങൾ വരച്ചിട്ടോ. ടോപ്പ് വ്യൂ മോളിൽ നോക്കി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് വരച്ചിടാം. ടോപ്പ് വ്യൂ വരച്ചിട്ട് കഴിഞ്ഞാൽ നോക്കിയേ, നമുക്ക് ഒറ്റ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രമേ നമുക്ക് വരച്ചാൽ മതി തൽക്കാലം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് തൽക്കാലം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ, ഇങ്ങനെ പോകുന്നു. നമ്മുടെ കണ്ടക്ടർ എങ്ങനെ ആയിരിക്കുന്നത്, നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടക്ടർ. ഓക്കെ, അതിൻ്റെ ടോപ്പ് പൊസിഷൻ മാത്രമേ കാണത്തുള്ളൂ, ബിയും സിയും മാത്രമേ കാണത്തുള്ളൂ അല്ലേ. ഇതിൻ്റെ ബ്രെഡ്ത്ത് ബി ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇതിനെ ഞാനൊരു ഇച്ചിരി നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ ബി കൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഈ വരയിലോട്ട് ചേർത്ത് വെക്കുന്ന രീതിയിൽ അങ്ങ് വെക്കുകയാണ്. അതായത് തന്നെ ഇങ്ങനെ വരയ്ക്കുക എന്നർത്ഥം. ഇങ്ങനെ വരയ്ക്കാതെ ഞാൻ തന്നെ ഇതിനെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. നോക്കിയോ, അതായത് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ കണ്ടക്ടറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ്, ഇങ്ങനെ. അതായത് ഇതിൻ്റെ ബി എന്ന് പറയുന്ന ഭാഗം വേണ്ടി ഇവിടെയും സി എന്ന് പറയുന്ന ഭാഗം ഇവിടെയും വരയ്ക്കാം. കുഴപ്പമില്ല, കാരണം ഞാൻ എന്താണെന്നറിയോ, നമുക്ക് ആ പെർപെൻഡിക്കുലറൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാനും ഇവരുടെ ഇടയിലുള്ള ആംഗിളുമായിട്ടുള്ള ഒരു കണക്ഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുമാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇവിടെ വരയ്ക്കുന്നതിന് പകരം നമുക്ക് എന്താ പെർപെൻഡിക്കുലറായിട്ട് എവിടെ വേണേലും വരയ്ക്കാം. എന്നാൽ ഇങ്ങനെ ആയിരിക്കും, കണ്ടോ, ഇതായിരിക്കും ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ തീറ്റ, ഇതാണ് നമ്മുടെ ആൽഫ, ഇതാണ് അതിൻ്റെ ബ്രെഡ്ത്ത് ബി. ഓക്കെ, നേരത്തെ നമ്മൾ ബി സി ഇതേണ്ട ഇങ്ങനെ വരച്ചത്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കഴിഞ്ഞ കേസിൽ നമ്മൾ ബി സി എന്ന് പറയുന്നത് രണ്ട് ബി സി നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിൽ ഒരെണ്ണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെയും ഒരെണ്ണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെയാണ് വരച്ചത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ സെയിം തന്നെയാണ്, പക്ഷേ അവിടെ നോക്കിയോ ഒരു കേസ്, അതായത് ഇവിടുത്തെ ഫോഴ്സും കൂടെ വരച്ചേക്കാം. നോക്കിയോ, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിമ്പിളി ഒന്ന് നോക്കിയോ മക്കളെ. അതായത് നിങ്ങളുടെ ഒരു ബുക്ക് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ബുക്ക് എടുത്ത് ഇങ്ങനെ വെക്കുക. ബുക്ക് എടുത്ത് തന്നെ ഇങ്ങനെ വെക്കുക. അത് ഇച്ചിരി ചരിച്ച് പിടിക്കുക, ഇച്ചിരി ചരിച്ച് തന്നെ ഇങ്ങനെ, അതായത് ലെഫ്റ്റ് കൈയുടെ ഭാഗം ഫ്രണ്ടിലോട്ട് ചരിക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡും കൊണ്ട് നിങ്ങളുടെ ബുക്ക് കൃത്യമായിട്ട് പിടിക്കുക. എന്നിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, നിങ്ങളുടെ ഇടത്തെ ഭിത്തി നോർത്ത് പോളും വലത്തെ ഭിത്തി സൗത്ത് പോളും ആണ്. അപ്പം നിങ്ങളുടെ ചൂണ്ടുവിരൽ അങ്ങനെ വേണം കാണിക്കാൻ. കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ടാണ്, അപ്പോൾ ഈ സൈഡിൽ താഴെ നിന്ന് മുകളിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ തള്ളവിരൽ എങ്ങോട്ടായിരിക്കും വരുന്നത്, തള്ളവിരൽ വേണ്ട ഇവിടത്തെ പോയിന്റ്, ഈ ബുക്കിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ, ടോപ്പ് വ്യൂവിൽ പറയുവാണെങ്കിൽ വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ആ FAB ഡയറക്ഷൻ വരുന്നത്. നിങ്ങളൊന്ന് പിടിച്ചു നോക്കൂ. ഈ ഡയറക്ഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ സംശയം ഉണ്ടോ ചോദിക്കുക. നിങ്ങളുടെ ബുക്ക് എടുക്കുക, നിങ്ങളുടെ ബുക്ക് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബുക്കിനെ റെക്റ്റാങ്കുലർ കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് എ, ഇത് ബി, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് കൈ പിടിക്കുന്നിടത്ത് AB യും റൈറ്റ് കൈ പിടിക്കുന്നിടത്ത് ABCD യും പിടിക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് കൈയുടെ ഭാഗം കുറച്ച് മുമ്പിലോട്ട് നീക്കുക. അപ്പം വേണ്ട നമ്മൾ ഇപ്പോഴത്തെ കേസായി. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ടാണ്. അപ്പം കറണ്ട് നമ്മുടെ മിഡിൽ ഫിംഗർ ആണ്, അത് നേരെ മുകളിലോട്ട് കാണിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫോർ ഫിംഗർ നിങ്ങളുടെ ലെഫ്റ്റ് ഭിത്തി റൈറ്റ് ഭിത്തി എന്താണ്, അപ്പം ആ ഡയറക്ഷനിലോട്ട് ഫോർ ഫിംഗർ കാണിക്കുന്നു. എന്താണ് ഇനിയും നമ്മുടെ തമ്പ് തന്നെ ഇങ്ങനെയാണ്. അപ്പം ഇവിടാണ് ശരിക്കും പിടിക്കേണ്ടത്, ഈ ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും കറണ്ട് വരുന്നത്. കറണ്ടല്ല, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. നോക്കിയോ, കൃത്യമല്ലേ. ഇങ്ങനെ നേരത്തെ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്തപ്പോഴും ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയായിരുന്നു, അതിനൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ എന്താണ്, അവിടെ നമ്മുടെ BC പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ BC പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചു.
ഈ ഡയറക്ഷൻ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചു, പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് ചോദിച്ചു, ഫാസ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, അതേപോലെ തന്നെ ഈ സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ രണ്ട് ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്കായിരിക്കും എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക. FCD അതെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ? അതായത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതേ പൊസിഷനിൽ നിങ്ങളുടെ ബുക്ക് പിടിക്കുക. അതായത് ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് കയ്യിലുള്ള സൈഡ് ഫ്രണ്ടിലോട്ട് നീക്കുക. ഇപ്പം നമ്മുടെ കണ്ടീഷനായി. ഇപ്പം എന്താ, ഇപ്പം കറണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഈ സൈഡിലെ കാര്യമാണ് നോക്കുക. അതായത് നിങ്ങളുടെ എൻഡിലോട്ട് നീങ്ങിയിരിക്കുന്ന ഭാഗത്ത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് ഇങ്ങനെ പിടിക്കുക, കറണ്ട് താഴോട്ടാണ്. അതേപോലെ തള്ളവിരൽ കൃത്യം നിങ്ങളെ നോക്കിയായിരിക്കും വരുന്നത്. അപ്പം അത് കൃത്യം വേണ്ട ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡയറക്ഷനിൽ നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇത് ടോപ്പ് വ്യൂ ആണ്, മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. സൈഡിൽ നിന്നുള്ള വ്യൂ പറയുമ്പോൾ ഇത് ഈ ഡയറക്ഷനിലോട്ടും ഇത് ഈ ഡയറക്ഷനിലോട്ടും ആയിരിക്കും പോകുന്നതാണ്. അതായത് ഇത് FAB യും ഇത് FCD ആയിരിക്കും. നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെച്ച് നോക്കിയാൽ മാത്രമേ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓരോരുത്തരോടും ചോദിക്കാം. ഷാരോൺ മനസ്സിലായോ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന്? ഓക്കെ, ലോവിസിന്? ലോവിസ്? ഓക്കെ, അനീറ്റ മനസ്സിലായെങ്കിലേ എന്ന് പറയാവൂ. അനീറ്റ ഓക്കെ, അനുഗ്രഹ മനസ്സിലായി സർ. ഏഞ്ചലിന, അനന്യ, അലോണ, ഓക്കെ. അപ്പം ഈ രണ്ട് പടങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വരച്ചിട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഇനിയും ഓരോ ആംസിലും നമ്മൾ ഫോഴ്സ് ഓൺ AB യും ഫോഴ്സ് ഓൺ BC യും ഫോഴ്സ് ഓൺ CD യും ഫോഴ്സ് ഓൺ DA യും കണ്ടുപിടിക്കാൻ പോവാണ്. പാർത്ഥിപ്പിന് മനസ്സിലാവുന്നില്ല. പാർത്ഥിപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ല, വീഡിയോ കാണാതെ ഇത് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഇതല്ലല്ലോ കയറാത്തത്, ഇത് കയറിയായിരുന്നല്ലോ. ഇല്ല, ഈ ക്ലാസ് കയറിയില്ലേ? കയറിയില്ലായിരുന്നു. ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം ഇനിയും നമുക്ക് എന്താ, നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവാ. ഫോഴ്സ് ഓൺ AB. ഫോഴ്സ് ഓൺ AB നമുക്കറിയാം FAB ആണ്. FAB = എന്താ, BIL sin θ ആണ്. നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി, here theta is the angle between L and B ആണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോവാം. ഇപ്പം ഇതിന് പാരലായിട്ടാണ് നമ്മുടെ നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ഭാഗം ഇരിക്കുന്നത്. അപ്പോഴും ഈ ലെങ്തും ഈ മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഡയമെൻഷനിൽ വരച്ച് കാണിക്കാം, നോക്കിയോ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് രണ്ട് ഇങ്ങനെ പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതൊന്നും വരയ്ക്കണം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരയ്ക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് രണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ആദ്യം ലൂപ്പ് രണ്ട് ഇങ്ങനെ വെക്കുന്നു. ലൂപ്പ് രണ്ട് ഈ ഡയറക്ഷനിൽ, അതായത് പാരലായിട്ട് വെക്കുന്നു. ഇതാണല്ലോ അതിൻ്റെ ലെങ്ത്. ഈ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലറാണ്. ഓക്കെ, അടുത്ത കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നു. ഞാൻ ലൂപ്പ് രണ്ട് ഇങ്ങനെ കൊണ്ടുവെക്കുന്നു, കണ്ടോ, ഇങ്ങനെ. അപ്പോഴും എന്ത് തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നത് ലെങ്തുമായിട്ട് എന്താ, പെർപെൻഡിക്കുലറാണ്. ഇനി ഏത് ഡയറക്ഷനിൽ വെച്ചാലും ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ വെച്ചാലും എന്ത് തന്നെയാണ്, ഇങ്ങനെ വെച്ചാലും രണ്ട് ഈ പോകുന്ന ഫീൽഡ് ലൈൻസും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഈ റെക്ടാങ്കുലർ ലൂപ്പിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് വരത്തില്ല. ഈ മുകളിലുള്ള ഭാഗം എല്ലാ സമയത്തും പെർപെൻഡിക്കുലർ വരണമെന്നില്ല. ഇത് എപ്പോഴും ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അതായത് ഹിയർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ L and B and is always perpendicular. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താ, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ്. സൈൻ 90 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ FAB എന്തെന്ന് വരും, FAB BIL എന്ന് വരും. അതിൻ്റെ ഡയറക്ഷൻ ഇൻവേർട്സ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെ എഴുതിയത്, കണ്ടോ, ഉള്ളിലേക്കാണ്. കണ്ടോ, ഇവിടെ ഒന്ന് ഉള്ളിലേക്ക്. അത് നമ്മൾ ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ
and its direction is inwards, is acting inwards by Fleming's left hand rule. Fleming's left hand rule. Fleming's left hand rule. ഇനി അടുത്തത് ബി സി എൽ ആക്ട് ചെയ്യുന്നത്. ബി സി എന്ന് പറയുമ്പോൾ എന്താ, ഇതുണ്ട് ഈ മോളിലത്തെ ഇതുണ്ട് ഈ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇതിൽ എന്താണ് ആക്ട് ചെയ്യുന്നത്? ഇതുണ്ട് ഈ ഭാഗത്ത് ബി സി എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് ആക്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് അതും എഴുതാം. നോക്കിക്കോളൂ, ഫോഴ്സ് ഓൺ ബി സി. ഫോഴ്സ് ഓൺ ബി സി എഫ് ബി സി ഈസിക്കൽ ടു എന്താ? എഫ് ബി ഈസിക്കൽ ടു ഇവിടെ ബി ഐ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ലെങ്ത് ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുമ്പോൾ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ ലെങ്ത് ഏതാണോ അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ ലെങ്ത് അല്ല, ബി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ബി ഐ ബി സൈൻ എന്താണ്? ആൽഫയാണ് വരുന്നത്. കാരണം എന്താണെന്നറിയോ, ഇവിടെ ആ ബ്രെഡ്ത്തിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിൾ തീറ്റ അല്ല. എന്താ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതാണല്ലോ അതിൻ്റെ ബ്രെഡ്ത്ത്. വേണ്ട, ഇതാണല്ലോ അതിൻ്റെ ബ്രെഡ്ത്ത്, ഇതാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ നോക്കി ആൽഫയാണ്. അപ്പോൾ നമുക്ക് എന്താ ആൽഫ ഇങ്ങനെ എഴുതേണ്ടി വരും, ബി ഐ ബി സൈൻ ആൽഫ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഡയറക്ഷൻ സ്ക്രൂ റൂൾ വെച്ചിട്ട് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതായത് രണ്ട് ഇവിടെ ഒന്ന് ബി സി എൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ് സ്ക്രൂ റൂൾ വെച്ചിട്ട്. അതെങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം. ബി സി ഈസിക്കൽ ടു ബി ഐ ബി സൈൻ തീറ്റയാണ്, ഇവിടെ സൈൻ ആൽഫയാണ്. ഹിയർ ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബ്രെഡ്ത്ത് ബി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, നമുക്കപ്പം സാധാരണഗതിയിൽ ഈ ബിൽ സൈൻ തീറ്റ വെച്ചിട്ട് എഫിൻ്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? എഫ് ഈസിക്വൽ ടു ബി ഐ ഇൻറ്റു എൽ ക്രോസ് ബി ആണ്. ഐ ഇൻറ്റു വെക്റ്റർ എൽ ക്രോസ് ബി ആണ് നമുക്ക് എന്താ കിട്ടുന്നത്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇവിടത്തെ കേസ് വരുമ്പം ഹിയർ എന്താണ്? ഹിയർ നമുക്ക് ഐ ഇൻറ്റു ബി ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. അതായത് വെക്റ്റർ ബി ക്രോസ് ബി എന്താ? ബ്രെഡ്ത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് കറക്കണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയേ, അതായത് നമ്മൾ എന്താ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഇതിരിക്കുന്നതെന്ന് നോക്കി. നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ ഇവിടോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, എനിക്ക് ബ്രെഡ്ത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കറക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം അങ്ങനല്ലേ, എൽ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ എഫിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഇവിടുത്തെ കേസിൽ ബി ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ബിയിൽ നിന്ന് ബ്രെഡ്ത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കറക്കണമെങ്കിൽ ഞാൻ ഏത് ഡയറക്ഷനിൽ കറക്കണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പേന മുകളിലോട്ട് പിടിക്കുക, നിബ്ബ് മുകളിലോട്ട് പിടിക്കുക, എന്നിട്ട് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പേന വേണ്ട മുകളിലോട്ട് കയറി പോകുന്ന പോലെ തോന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഫ് ബി സിയുടെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഡയറക്ഷൻ സാധാരണഗതിയിൽ നമുക്ക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈസിക്കൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ ബിൽ സൈൻ തീറ്റയാണ്. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോസ് പ്രോഡക്റ്റ് എന്താ? എൽ ക്രോസ് ബി ആണ്. എല്ലിൽ നിന്ന് ബിയിലോട്ട് ലെങ്തിൽ നിന്ന് ഏതാണോ ലെങ്ത് ആ ലെങ്തിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലോട്ട് ക്രോസ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇവിടെ ലെങ്ത് അല്ല, നമ്മൾ ബി സിയുടെ കേസാണ് എടുക്കുന്നത്. ബി സിയുടെ കേസ് എടുക്കുമ്പോൾ അവിടെ അതിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ ബി ക്രോസ് ക്യാപിറ്റൽ ബി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യാം? സ്മോൾ ബിയുടെ ഡയറക്ഷനിൽ നിന്ന് ക്യാപിറ്റൽ ബിയുടെ ഡയറക്ഷനിലോട്ട് ഞാൻ എന്ത് ചെയ്യുക? തിരിച്ചാൽ മതി. ആ ഡയറക്ഷനിലോട്ട് എങ്ങനെ വെച്ചാൽ തിരിക്കേണ്ടത്? നിബ്ബ് താഴെ നിന്ന് മുകളിലോട്ട് വെച്ചിട്ട്, അതായത് നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ നിബ്ബ് താഴെ നിന്ന് മുകളിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയേ, ഇതാണ് നമ്മുടെ നമ്മുടെ ബ്രെഡ്ത്ത്. ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്. മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് ബിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. എവിടെ വെച്ചാൽ ക്രോസ് ചെയ്യേണ്ടതെന്ന് അറിയോ? താഴെ നിങ്ങളൊരു സ്ക്രൂ ഡ്രൈവറിനെ കൃത്യം ഇവിടോട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്.
ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്യും കണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താ സ്ക്രൂ ഡ്രൈവർ ക്ലോക്ക് വൈസിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി സി എന്ന് പറയുന്ന ഈ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ FBC അത് മുകളിലോട്ടായിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ ഇത് ഈ സൈഡിൽ തന്നെ ഇവിടെ ഈ പടം റഫായിട്ട് വേണം വരച്ച് വെച്ചേക്കണം. സ്ക്രൂ ഡ്രൈവറും ഒക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് വെച്ചേക്കണം. അപ്പം എഴുതേണ്ടത് ദാറ്റ് ഈസ് വെക്റ്റർ B ക്രോസ് B gives the direction of എന്താണ്, direction of force FBC and is acting upwards എന്ന് എഴുതാം. ഇത് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം. അയ്യോ എല്ലാവർക്കും മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. മനസ്സിലാകാത്തവർ അവർ ചോദിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഷാരോൺ ഓക്കെ ആണോ? ഷാരോൺ ഓക്കെ. ലോവിസ്, അഭിരാമ, ഏഞ്ചലീന, അനീറ്റ ഒക്കെ ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് FBC കഴിഞ്ഞു. ഇനി നമ്മൾ FCD ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. FCD എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ തന്നെ ഈ ഭാഗമാണ് FCD. ഈ ഭാഗം കറണ്ട് താഴോട്ടായതുകൊണ്ട് ഫോഴ്സ് തന്നെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പം അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അത് ജസ്റ്റ് ഞാൻ വരച്ചതേ ഉള്ളതൊന്നും വരയ്ക്കണ്ട. അപ്പോൾ നോക്കി FCD ഈസിക്കൽ എന്താ നമുക്കറിയാം, BIL സൈൻ തീറ്റ ആണ്. ഇവിടെയും എന്താ തീറ്റ 90 ഡിഗ്രിയാണ്. കാരണം ലെങ്തും എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്താണ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പം സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ FCD ഈസിക്കൽ നമുക്ക് എന്തെന്ന് എഴുതാം, BIL എന്ന് എഴുതാം. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ is acting outward by Fleming's left hand rule. Fleming's left hand rule. അപ്പോൾ FCD കിട്ടി. ഇനി FDA കൂടെ കണ്ടുപിടിക്കണം. FDA also force on DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FDA ഈസിക്കൽ ടു എന്താ, FDA ഈസിക്കൽ ടു അവിടെയും BIB സൈൻ ആൽഫ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ ഡയറക്ഷൻ, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു എന്ത്, BC. അതിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെങ്കിൽ സ്ക്രൂ റൂൾ വെച്ചിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം BIB സൈൻ ആൽഫ ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ അത് എങ്ങനെ വന്നെന്നൊന്നും തൽക്കാലം ഓർത്ത് വെക്കണ്ട. ഓൾറെഡി മുകളിലത്തെ എങ്ങനെ വന്നെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഡൗൺവേർഡ്സ്. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ഓൾറെഡി നമുക്കറിയാം. രണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇങ്ങനെയായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇതായിരുന്നു നമ്മുടെ എന്ത് റെക്റ്റാങ്കുലർ കോയിൽ. ഓക്കെ. ഈ കോയിലിൻ്റെ DA ഇതാണ്. അപ്പം ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലത്തെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഞാൻ എന്ത് ചെയ്തു, താഴെ നിന്ന് മുകളിലോട്ടാണ് പോയിന്റ് ചെയ്തത്. താഴത്തെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സ്ക്രൂ ഡ്രൈവർ എന്ത് ചെയ്യണം, താഴെ നിന്ന് മുകളിലോട്ടായിരുന്നു ആദ്യത്തേത്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് വെച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡയറക്ഷൻ എന്ത് കിട്ടും, താഴോട്ട് തന്നെ കിട്ടും. അതായത് FDAയുടെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. അത് എങ്ങനെയാണ് വന്നതെന്നൊന്നും മനസ്സിലാക്കേണ്ട. നേരത്തെ നമ്മൾ FBCയുടെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. സ്ക്രൂ റൂൾ വെച്ചിട്ട് ബൈ സ്ക്രൂ റൂൾ. ഇനി നമ്മുടെ ലാസ്റ്റ് സെഷനിലോട്ട് പോവാണ്. അപ്പം ഇവിടെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? ടോർക്ക് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിനു മുമ്പ് ഇവിടെ 4 ടൈപ്പ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. AB ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, BC ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, CD ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, DA ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കേസിൽ BC DA ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഫോഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ 4 ആമിലും ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ FBC ആൻഡ് FDA are equal.
ഈക്വൽ ആണ്. കണ്ടോ, രണ്ടും BIB സൈൻ ആൽഫയാണ് കിട്ടിയത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഈക്വലും ആണ് ഓപ്പോസിറ്റ് ആണ്, ആൻഡ് ആർ കൊളീനിയറും ആണ്. ആൻഡ് ആർ കൊളീനിയർ, വടം വലിക്കുന്ന പോലെ ഒരേ ലൈനിൽ അപ്പുറത്തും ഇപ്പുറത്തും. കൊളീനിയർ, കൊളീനിയർ. അപ്പോൾ ഒരേ പവറുള്ള രണ്ടാൾക്കാർ വടം വലിക്കുകയാണെങ്കിൽ അത് ആരും ജയിക്കത്തില്ല, തോക്കത്തുമില്ല, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ, ആർ കൊളീനിയർ. therefore they cancels out each other, they cancels out each other, cancels out each other. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി രണ്ട് ഫോഴ്സ് ഏതാ, FABയും അതേപോലെ തന്നെ FCDയും എന്താണ്, ആർ ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈക്വലും ഓപ്പോസിറ്റും ആണ് അവർ. പക്ഷെ അവരൊരിക്കലും എന്തല്ല, അവർ കൊളീനിയർ അല്ല. ഒരെണ്ണം ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, പിന്നെ ഇത്രയും ചരിവുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊളീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ കൊളീനിയർ അല്ല. നേരത്തെ കേസിലും അതുപോലെ ആയിരുന്നു, അവർ കൊളീനിയർ അല്ലായിരുന്നു. ഓപ്പോസിറ്റ് ബട്ട് ആർ നോട്ട് കൊളീനിയർ, ബട്ട് ആർ നോട്ട് കൊളീനിയർ, കൊളീനിയർ. ഹെൻസ് therefore forms a couple, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ പടം ഒന്നുകൂടെ വരയ്ക്കേണ്ടി വരും. നോർത്ത് പോൾ ടു സൗത്ത് പോൾ നമ്മൾ വരച്ചു, നോർത്ത് പോൾ ടു സൗത്ത് പോൾ വരച്ചു. ഇനി നമ്മുടെ എന്താണ്, അതായത് FAB ആൻഡ് FCD ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ആർ നോട്ട് കൊളീനിയർ, therefore forms a couple. Thank you, sir. Okay. ഓക്കെ, വീണ്ടും ആ പടം നമുക്ക് എന്താണ്, നമുക്കൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. നോർത്ത് പോൾ സൗത്ത് പോൾ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഇനി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെയാണ്. സോറി, മാഗ്നറ്റിക് ഫീൽഡ് അല്ല, നമ്മുടെ കണ്ടക്ടർ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ മോൾ ഭാഗം BC തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ബിയും ഇത് സിയും, അതിൻ്റെ ബ്രെഡ്ത്ത് B ആണ്. ഇനി ഇതിൻ്റെ ഏരിയ വെക്ടർ ഞാൻ ഇവിടെ തന്നെ കാണിക്കുകയാണ്. then ഇങ്ങനെ ഏരിയ വെക്ടർ ഇങ്ങനെയാണ്. ഇത് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു, ഇത് ആൽഫ ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഇതേ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ then ഇങ്ങോട്ടേക്കാണ്. ഇതേ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ then ഇങ്ങോട്ടാണ്. ഇത് FABയും അതേപോലെ ഇതേ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇത് FCDയുമാണ്, ABCD. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആണല്ലോ. നമുക്കറിയാം ഇവിടെ ഫോഴ്സ് ആകെ ഉണ്ടാക്കുന്നത് ആരാ, BIL മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടെണ്ണം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ BIL ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ്, എന്നും കൂടെ എഴുതുന്നത്, ബിറ്റ്വീൻ ദ ഫോഴ്സസ്. നേരത്തെ കഴിഞ്ഞ സെഷനകത്ത് നമ്മുടെ എന്താണ് BC ദണ്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെയും ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദണ്ട് ഇതായിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ ഒരിക്കലും ആ ബ്രെഡ്ത്തിനെ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല ഫോഴ്സിനിടയ്ക്കുള്ള. കാരണം എന്താ, ഇവിടെ ദണ്ട് ഈ ഫോഴ്സ് ഇങ്ങനെയാണ്, അപ്പം ബ്രെഡ്ത്ത് നമ്മുടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആംഗിൾ തന്നെ ഇത്ര വരുന്നത്, അതൊരിക്കലും പെർപെൻഡിക്കുലർ അല്ല. അതേപോലെ തന്നെ ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇത് കണ്ടോ, ഈ ആംഗിൾ വ്യത്യാസമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ തന്നെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഈ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കാൻ പോവാണ്. അതായത് ഇതിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പോകുന്നുണ്ട്. ഇതിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടോ, ഇത് ആ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലേ, ഇതിനിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതോ എല്ലാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. പക്ഷെ നമുക്ക് ഒരു ആംഗിൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇവിടെ E എന്ന് കൊടുത്തു. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്തായിട്ട് മാറി, ഈ ട്രയാങ്കിൾ ഇവിടെ B ആയി, ഇവിടെ C ആയി, ഇവിടെ E ആയി. ഓക്കെ, ഇനി നോക്കിയോ, ഇവിടെ
ഈ ഏരിയ വെക്ടറും നമ്മുടെ ബി സിയും തമ്മിൽ 90 ഡിഗ്രി അല്ലേ? അതായത് ഇവിടെ നമുക്ക് തീറ്റ പ്ലസ് ആൽഫ ഈസിക്കൽ 90 ഡിഗ്രി എന്ന് എഴുതിയിട്ട് അവിടെ നിന്ന് തീറ്റ ഈസിക്കൽ 90 മൈനസ് ആൽഫ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി നോക്കിയോ, ഈ ലൈനും പാരലൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ പാരലൽ ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്വേഴ്സൽ ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആൽഫയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതും ആൽഫയായിരിക്കും. ഇത് പിന്നെ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തെന്ന് വരും? ഇത് 90 മൈനസ് ആൽഫ എന്ന് വരും. 90 മൈനസ് ആൽഫേനെ നമ്മൾ തീറ്റ ആക്കി ഇവിടെ വെച്ചാണ്, അതായത് ഇത് തീറ്റയാണ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് ഇ സി എന്ന് എഴുതാം. ഇനിയും ഇ സി കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിൾ ബി ഇ സി കൺസിഡർ ചെയ്തിട്ട് അതിനകത്തൊന്ന് സൈൻ തീറ്റ എടുക്കണം. സൈൻ തീറ്റ ഈസിക്കൽ ഓപ്പോസിറ്റ് ഇ സി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ബി സി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ഈസിക്കൽ ടു ഇ സി ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ബി സൈൻ തീറ്റ ഈസിക്കൽ എന്തെന്ന് കിട്ടും? ഇ സി എന്ന് കിട്ടും. ഇതിനെ നേരെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് ടോ ഈസിക്കൽ ടു ബി ഐ എൽ ഇ സിക്ക് ബി സൈൻ തീറ്റ എന്ന് വരും. നമുക്കറിയാം എൽ ബി എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ ആണ്. അപ്പോൾ ടോർക്ക് ടോ ഈസിക്കൽ ടു ബി ഐ എ സൈൻ തീറ്റ എന്ന് വരും. വീണ്ടും ഐ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈസിക്കൽ ടു ബി എം സൈൻ തീറ്റ എന്ന് എഴുതാം. ബി എം സൈൻ തീറ്റ എന്ന് ഒരിക്കലും വരില്ല. ടോർക്ക് അറേഞ്ച് ചെയ്തിട്ട് എം ബി സൈൻ തീറ്റ എന്ന് എഴുതി. എന്നിട്ട് ഫൈനലി ടോർക്ക് ടോ ഈസിക്കൽ ടു വെക്റ്റർ എം ക്രോസ് വെക്റ്റർ ബി എന്ന് എഴുതി. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലോവിസിന് മനസ്സിലാവുന്നു. ലോവിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ലോവിസ് കേൾക്കാമോ? ഷാരോൺ ഓക്കെയാണോ? ഷാരോൺ ഒന്ന് പറയാമോ? ഷാരോൺ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ലോവിസ് കേട്ടായിരുന്നോ ഇതൊക്കെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. അനീറ്റ, അനുഗ്രഹ, ഏഞ്ചലീന, അനന്യ, അലോണ, അഭിര. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ആ ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ പഠിക്കും. ഈ ഡെറിവേഷനാണ് യൂഷ്വലി പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. ആദ്യത്തെ കേസ് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിനും നമുക്ക് കിട്ടിയ ആൻസർ ഫൈനൽ ആൻസർ തന്നെയാണ്. ടോർക്ക് ടോ ഈസിക്കൽ ടു എം ക്രോസ് ബി അത് തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതിൻ്റെ കറങ്ങുമ്പോൾ ഉള്ള കേസും കറങ്ങാത്തപ്പോൾ ഉള്ള കേസും തമ്മിലുള്ള ഒരു കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനിടയ്ക്ക് ഒരു ഒരു ഡൈപോൾ മൊമെന്റ് ഓഫ് ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് എ ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അതൊരു 3-4 വർഷമായിട്ട് ഡിലീറ്റഡ് ആണ്. 3 വർഷമായിട്ട് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ചില സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, ചില സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. പക്ഷെ അത് ഔട്ട് ഓഫ് സിലബസിനകത്ത് മാർക്ക് കൊടുത്തിട്ടുണ്ടാവണം. കാരണം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ഇറക്കിയതിനകത്ത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിലില്ല. ഇനി അത് പഠിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളിലും പഠിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഞാനത് എപ്പോഴേലും സമയം ഉള്ള ദിവസം ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് അത് ഞാൻ പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനത് പഠിപ്പിക്കാറേ ഇല്ല.
അടുത്ത ടോപ്പിക്കിലേക്ക് അങ്ങ് പോവാണ്. നമുക്കിനി ഒറ്റ ടോപ്പിക് കൂടെ ഉള്ളൂ, ഗാൽവനോമീറ്റർ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ അതുകൂടെ ഉള്ളൂ. അതിൻ്റെ ആദ്യം ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ കൺവേർഷൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പോൾ അതുകൂടെ ഒന്ന് എഴുതിയേര്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് ഹെഡിങ് എഴുതുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് ഹെഡിങ് എഴുതുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് എഴുതാം. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഇറ്റ് ഈസ് എ ഡിവൈസ്, ഇറ്റ് ഈസ് എ ഡിവൈസ്, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് the presence, detect the presence and direction of current, used to detect the presence and direction of current. അടുത്ത ഡോട്ട് ഇട്ട് എഴുതുക. a current carrying conductor placed in magnetic field experiences a torque, experiences a torque. The magnitude of a torque, the magnitude of torque depends on the strength of current, of current. This is the principle of moving coil galvanometer. അതായത് ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താ? നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് കൊണ്ട് വെച്ചപ്പോൾ അതിൽ എന്ത് ആക്ട് ചെയ്തു? അതിൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് ടോർക്ക് ആക്ട് ചെയ്തത്. അത് തന്നെയാണ് ഈ ഗാൽവനോമീറ്ററിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്കത് മോട്ടോർ പ്രിൻസിപ്പിളായിട്ട് പഠിക്കാനില്ല. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടൊക്കെയാണ് അത് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയും നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു പടം തരാം. ഈ പടം വരയ്ക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പടം വരയ്ക്കുക. അതായത് ഇതിൻ്റെ ഉള്ളിലെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അതായത് ആ ഗാൽവനോമീറ്റർ നമുക്കറിയാലോ, ഗാൽവനോമീറ്റർ എങ്ങനെയായിരിക്കുന്നത്? ഗാൽവനോമീറ്റർ ഇതുണ്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ലാബിലൊക്കെ പോയിട്ടുണ്ടാവും. ഗാൽവനോമീറ്റർ ഇതുണ്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു പടമാണ് വരയ്ക്കുന്നത് കേട്ടോ, കൃത്യമായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല. എന്നാലും ഇങ്ങനെയാണ് ഗാൽവനോമീറ്റർ ഇരിക്കുന്നത്. അതായത് ഇവിടെയാണ് അതിൻ്റെ ഒരു മീറ്റർ ഇരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു പോയിന്റർ, റെഡ് പോയിന്റർ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ്. ഇവിടെ ഒരു ടെർമിനൽ, ചിലപ്പം ആ ടെർമിനൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ആ രണ്ട് ടെർമിനലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ,
അപ്പം അതിൻ്റെ അകത്തുള്ള പടമാണ് നമ്മൾ വരയ്ക്കുന്നത്. അകത്തുള്ള ആ വർക്കിംഗ് നടക്കുന്ന ആ ഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു മാഗ്നറ്റ് ഇതുണ്ട് ഇങ്ങനെയാണ്. ഇവിടുത്തെ മാഗ്നറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ മാഗ്നറ്റ് കോൺകേവ് ഷേപ്ഡ് മാഗ്നറ്റ് ആയിരിക്കും. ഇതുണ്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുക, കോൺകേവ് ഷേപ്ഡ് മാഗ്നറ്റ്. എന്നിട്ട് ഇതിന് ടോപ്പ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആൻഡ് സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിലാണ് നമ്മൾ കുറേ റെക്റ്റാങ്കുലർ ലൂപ്പ് നമ്മൾ ഇങ്ങനെ ചുറ്റിയിരിക്കുക. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ കുറേ ചുറ്റുകൾ, റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ കുറേ ചുറ്റുകൾ ഞാൻ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ. അപ്പോൾ കുറേ റെക്റ്റാങ്കുലർ ലൂപ്പ് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുക. ഇതിലൊരു സ്പ്രിങ് ഉണ്ട്. ഇതിലൊരു സ്പ്രിങ് ഇങ്ങനെ താഴെ വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്പ്രിങ് ഇതേണ്ട ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ കാണിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സ്പ്രിങ്. ഓക്കെ, അത് താഴെ വരെ, ഇത് ടോപ്പ് വ്യൂ ആണല്ലോ. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, ഇത് മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ. അപ്പോൾ ഈ കോൺകേവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരാൻ വേണ്ടിയാണ് ഒരു സെക്കൻഡ് നിങ്ങളെ. ഓക്കെ, ബാക്കി പടം നോക്കിക്കോളൂ. ഓക്കെ, ഈ പടം കംപ്ലീറ്റ് ചെയ്ത് വരച്ചോ. ഇനി ഇതിൻ്റെ താഴെ ഒരു പോയിന്റർ ഉണ്ട്. അത് ഈ പോയിന്റർ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ താഴേന്ന് മാത്രം ഇങ്ങനെ കാണിച്ചാൽ മതിയേ. അതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് ഞാനത് സൈഡ് വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. അതുകൊണ്ട് ഇതാണ് സോഫ്റ്റ് ആൻഡ് സിലിണ്ടർ. ഈ സോഫ്റ്റ് ആൻഡ് സിലിണ്ടറിലാണ് നമ്മൾ എന്ത് ചുറ്റിയിരിക്കുന്നത്? കുറേ കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോയിൽസ് ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിയിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കൂടാണ് ഇങ്ങനെ സ്പ്രിങ് പോകുന്നത്. ഈ സ്പ്രിങ്ങിൻ്റെ ഇങ്ങേ അറ്റത്താണ് നമ്മുടെ ഈ പോയിന്റർ ഇരിക്കുന്നത്. ആ പോയിന്റർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ താഴെ കൂടെ തന്നെ ഇങ്ങനെ, അതായത് ഇപ്പോൾ നമ്മളൊരു സിലിണ്ടർ, ഇപ്പോൾ ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ കാണിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ കോയിൽ ഇതിന് ഇങ്ങനെ ചുറ്റിയിരിക്കുക. ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചുറ്റി, അതായത് ഒരു ടേണല്ല കുറേ ടേൺസ് ആയിട്ട് നമ്മളിങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. ഇതതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇനിയും എന്താ, ഇതിൻ്റെ താഴെ, ഇതിൻ്റെ നടുക്കൂടെ ഒരു സ്പ്രിങ് പോകുന്നുണ്ട്. ഇതിൻ്റെ താഴെ വരേണ്ട, താഴെ ആ സ്പ്രിങ്ങിൻ്റെ താഴെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പോയിന്റർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ, അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ സ്പ്രിങ് തിരിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ സ്പ്രിങ് തിരിയുന്നതിനനുസരിച്ച് ഈ പോയിന്റർ ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? തിരിയും. ഇത് തിരിയത്തില്ല, ഇതിനകത്തുള്ള സ്പ്രിങ് ആ തിരിയുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള സ്പ്രിങ് ഇതിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുമായിരിക്കും. ഇതിനകത്തുള്ള സ്പ്രിങ് തിരിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പോയിന്റർ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അങ്ങനെയാണ് നമുക്ക് ആ കറണ്ട് കടത്തി വിടുമ്പോൾ അവിടെ എന്തുണ്ടാകുമെന്ന് മനസ്സിലാവുന്നത്, ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്
അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകുന്നുണ്ടോ, അത് ഏത് ഡയറക്ഷനിലാണെന്നൊക്കെ മനസ്സിലാകുന്നതിന് കാരണം ഈ പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ അനുസരിച്ച്. ഓക്കെ, അപ്പം ഈ പോയിന്റർ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ സോഫ്റ്റ് ആൻഡ് സിലിണ്ടറിന്റെ നടുക്കൂടെ ഒരു സ്പ്രിങ് പോകുന്നുണ്ട്. ആ സ്പ്രിങ്ങിന്റെ അങ്ങേ അറ്റത്താണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ആ കറണ്ട് ഇതുവഴി പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുമൂലം ഒരു ഫോഴ്സ് ഉണ്ടാവും. അതുമൂലം ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് ഉണ്ടാകുമ്പോൾ ആ കോയിൽ എന്ത് ചെയ്യും? റെക്ടാങ്കുലർ കോയിൽ എന്ത് ചെയ്യും? റെക്ടാങ്കുലർ കോയിലും ഈ സ്പ്രിങ്ങും കണക്റ്റഡ് ആണ്. അപ്പോൾ അത് നേരെ എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പ്രിങ് ആണല്ലോ, സ്പ്രിങ് എന്ത് ചെയ്യും? ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിൽ വരാൻ വേണ്ടി റീസ്റ്റോർ ചെയ്യും. അപ്പം അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഉണ്ടാകുന്നുണ്ട്, തിരിച്ചു വരാനുള്ള റീസ്റ്റോറിംഗ് ടോർക്കും ഉണ്ടാകുന്നുണ്ട്. ശരിയല്ലേ? അതായത് നിങ്ങൾ ഗാൽവനോമെട്രി കറണ്ട് ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിങ്ങനെ പോയിട്ട് തിരിച്ച് അതേ തന്നെ പൊസിഷനിൽ വരും. മനസ്സിലായോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നത് കറണ്ട് മൂലമുണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കും, ഇങ്ങനെ തിരിച്ചു വരുന്നത് അതിൻ്റെ ആ സ്പ്രിങ്ങിൻ്റെ റീസ്റ്റോറിംഗ് ടോർക്കുമാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ആ പടം ഞാൻ ടോപ്പ് വ്യൂ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പരീക്ഷയ്ക്കും ടോപ്പ് വ്യൂ മാത്രമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് നോക്കിക്കോളൂ. ഇവിടാണ് അതിൻ്റെ റീഡിങ്ങിൻ്റെ ഒരു ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചേര്. ഇതാണ് അതിൻ്റെ റീഡിങ്ങിൻ്റെ ആ സ്കെയില്. അതും കൂടെ വരച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നോർത്ത് പോള്, സൗത്ത് പോള്, ഓക്കെ, സ്പ്രിങ്, ഓക്കെ, എല്ലാമായി. ഇനിയും താഴോട്ട് എഴുതേണ്ടത് അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് എഴുതേണ്ടത്. അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒന്നാമത്തേത് കോൺകേവ് മാഗ്നറ്റ്. രണ്ടാമത് എഴുതേണ്ടത് സോഫ്റ്റ് അയൺ സിലിണ്ടർ. മൂന്നാമത് എഴുതേണ്ടത് ഇൻസുലേറ്റഡ് കോയിൽ. നാലാമത് എഴുതേണ്ടത് ഹെയർ സ്പ്രിങ്. അഞ്ചാമത് എഴുതേണ്ടത് പോയിന്റർ. ഇനിയും ഇതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് ഉള്ള മാഗ്നറ്റ്, നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വളഞ്ഞ മാഗ്നറ്റ് നമ്മൾ അല്ലെങ്കിൽ കോൺകേവ് ഷേപ്ഡ് മാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസണും കൂടെ നമുക്ക് അവിടെ അത് ഒരു ക്വസ്റ്റ്യനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ വൈ ഡു വി യൂസ് കോൺകേവ് ഷേപ്ഡ് മാഗ്നറ്റ്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൻ്റെ റീസൺ എഴുതിക്കോ. ഇൻ കോൺകേവ് മാഗ്നറ്റ്സ് the magnetic field are acting radially and are called radial magnetic field radial magnetic field. But in case of normal magnets, magnetic field are not radial. Magnetic fields are not radial. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്താണ് ഇപ്പം ഇതിങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇതിൻ്റെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നോർത്ത് പോൾ, സൗത്ത് പോളാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. കണ്ടോ? റേഡിയലാണ്. കണ്ടോ? ഇത് സെൻറ്ററിൽ കൂടെ പോകുന്നു. അതേപോലെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടുത്തെ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ ഇവിടും തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടുത്തെ വരയ്ക്കുവാണെങ്കിൽ ഇവിടും തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. മറ്റേതാണെങ്കിലോ, മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ ഇല്ലേ? അതായത് ഇവിടുന്ന് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും പ്രശ്നമുണ്ട്. ടോർക്ക് മാക്സിമം ആണോ എങ്കിൽ എപ്പോഴും ആ നമ്മുടെ ലൂപ്പിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും 90 ഡിഗ്രി ആയിരിക്കണം. അപ്പം ഇങ്ങനാണെങ്കിൽ ഒരു കേസിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ 90 ഡിഗ്രി വരുന്നത്. ബാക്കിയുള്ള എല്ലാ കേസിലും ടോർക്ക് 0 ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഏത് പൊസിഷനിൽ
നമ്മുടെ റെക്റ്റാങ്കുലർ ലൂപ്പ് വന്നാലും അറ്റ്ലീസ്റ്റ് 1 മാഗ്നറ്റിക് ഫീൽഡ് എങ്കിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ നിൽക്കുകയാണ് ഏരിയ വെക്ടർ. ഇത് ഇങ്ങനെ വരെ ഉണ്ട് കേട്ടോ. ഇത് വട്ടത്തിലാണ്. ഇത് വട്ടത്തിൽ ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് തന്നെ ഇങ്ങനെ വന്നിരിക്കുമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് വന്നിരിക്കുക. ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട് 90 ഡിഗ്രി അല്ലേ ആണ്. ഇനിയും വേറൊരു രീതിയിൽ ഇത് വരച്ചാലോ, വേറൊരു രീതിയിൽ നമുക്ക് ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാൻ ലൂപ്പ് തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ലൂപ്പ് തന്നെ ഇങ്ങനെ വെക്കാൻ പോവാം. ലൂപ്പ് തന്നെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നോക്കി, ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോഴും 90 ഡിഗ്രിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്കിലും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷന് 90 പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് മാക്സിമം ടോർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ പടം ജസ്റ്റ് ഒന്ന് വരച്ചേക്കണം കേട്ടോ. വരച്ചിട്ട് എഴുതിയേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. വൈ റേഡിയൽ, എന്തുകൊണ്ട് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആവശ്യകത. വൈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഉത്തരം ഇതാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റയാണ്. NIAB സൈൻ തീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ in order to make the angle between area vector of rectangular loop and magnetic field 90 degree, we use concave shaped magnets. Therefore torque will be maximum. നിങ്ങളിവിടെ നോക്കിയാൽ നോക്കിയേ, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ ആണ് ഇവിടത്തെ കേസ്. എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും 90 ഡിഗ്രി നിന്നാൽ മാത്രമല്ലേ ടോർക്ക് മാക്സിമം ആകത്തുള്ളൂ. കാരണം സൈൻ 91 ആണ്. അപ്പോൾ അതിനുവേണ്ടി റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ഇത്രയും ഞാൻ തൽക്കാലം ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. നമുക്കിനി ഒരു സെഷനോടെ മതി. ഒരു സെഷനും കൊണ്ട് ഫുൾ തീരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.